നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയൊരു ദിവസത്തിലേക്ക് സ്വാഗതം. പുതിയൊരു ദിവസം തുടങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ടാവും. ഇന്ന് നമ്മൾ ചെയ്യാൻ വെച്ച ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഇന്നത്തെ ദിവസത്തെ നല്ലതാക്കാൻ നമ്മൾ എടുക്കുന്ന ചില തീരുമാനങ്ങളുണ്ടാവും. അങ്ങനെ എല്ലാറ്റിൻ്റെയും തുടക്കമാണ് ഒരു പുതിയ ദിവസം. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അങ്ങനെ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കാൻ പറ്റുന്ന ഒരു സാർത്ഥകമായ ദിവസമാവട്ടെ ഇത് എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വാർത്തകളിലേക്ക് കടക്കാം. ഇന്നത്തെ വാർത്തകളിൽ ഏറ്റവും ആദ്യം സ്ക്രീൻ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് അർജന്റീന ലോകകപ്പ് യോഗ്യത നേടി എന്നതാണ്. എല്ലാ കായിക പ്രേമികളും കാത്തിരിക്കുന്ന ഒരു വാർത്തയാണത്. എന്തായാലും നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന അടുത്ത ലോകകപ്പിനുള്ള യോഗ്യത കൂടി നേടിയിരിക്കുന്നു. കേരളത്തിലേക്ക് വന്നാൽ പ്രധാനപ്പെട്ട വാർത്തകളിൽ ഇന്നും ഉള്ളത് ഇവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന ആശമാരുടെ സമരമാണ്. അത് 45-ാം ദിവസമാണ്. 45 ദിവസമായി അവിടെ ആ ചൂടത്തും വെയിലത്തും മഴയത്തും ഒക്കെ അവർ സമരം തുടരുകയാണ്. അവരുടെ നിരാഹാര സമരം ഇന്ന് 7-ാം ദിവസത്തിലേക്ക് എത്തുകയാണ്. ഇന്ന് അവിടെ ഒരു ജനസഭയൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പ്രധാനപ്പെട്ട വാർത്തകളുണ്ട്. പാർലമെൻറ്റിലേക്ക് വന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പാർലമെൻറ്റ് പ്രക്ഷുബ്ധമായിരുന്നു. ഇന്നും സമാനമായ സാഹചര്യമുണ്ട്. ഒപ്പം ഉപരാഷ്ട്രപതി വിളിച്ച യോഗം ഇന്നലെ നടന്നിരുന്നു. അത് ഡൽഹി ഹൈക്കോടതി ജഡ്ജിയുടെ കാര്യവുമായി ബന്ധപ്പെട്ടാണ്. ഈ ജഡ്ജിയെ സ്ഥലം മാറ്റിയെടുത്ത് വലിയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് ഇന്നത്തെ ദിവസം കാത്തിരുന്ന് കാണാം. ഇതൊക്കെയാണ് പൊതുവെ നടക്കാനുള്ള വാർത്തകളെങ്കിൽ നമ്മൾ ആദ്യം പോകുന്നത് പക്ഷേ നമ്മുടെ ചുറ്റുമുള്ള വിശേഷങ്ങളിലേക്കാണ്. നാട്ടിൽ എന്തുണ്ട്? അമ്പലപ്പുഴ പാൽപ്പായസം കഴിച്ചിട്ടുണ്ടോ? ഏറ്റവും രുചികരമായ കഴിക്കേണ്ട ഒരു വസ്തുവാണ് അമ്പലപ്പുഴ പാൽപ്പായസം. ഈ അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ മധുരം എന്നൊക്കെ പറയുന്നത് നമുക്കിങ്ങനെ ഒരു മാർക്കാണ്. അത്രയും മധുരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതൊരു മാർക്കായി നിലനിൽക്കും. അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ മധുരവുമായി അവിടെ ഉണ്ണിക്കണ്ണൻ്റെ തിരുനടയിൽ ചരിത്രപ്രസിദ്ധമായ നാടകശാല സദ്യ നടന്നു. ക്ഷേത്രത്തിലെ 9-ാം ഉത്സവ ദിനത്തിലാണ് ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷത്തിൽ നാടകശാല സദ്യ നടന്നത്. നാവിൽ കൊതിയൂറുന്ന അമ്പലപ്പുഴ പാൽപ്പായസം ഉൾപ്പെടെ 43-ലധികം വിഭവങ്ങളാണ് ഇത്തവണ നാടകശാല സദ്യയ്ക്ക് തൂശനിലയിൽ വിളമ്പിയത്. ഉപ്പേരികളിൽ ചക്ക, ചേമ്പ്, കായ, ശർക്കര പുരട്ടി, കൊണ്ടാട്ടം, പായസങ്ങളിൽ അരി, പ്രഥമൻ, ഗോതമ്പ്, അമ്പലപ്പുഴ പാൽപ്പായസം ഉൾപ്പെടെയുള്ള 5 പായസം, പഴങ്ങളായ ചക്ക, മാങ്ങ, മുന്തിരി, പൈനാപ്പിൾ എന്നിങ്ങനെയുള്ള വിഭവങ്ങളാണ് തൂശനിലയിൽ വിളമ്പിയത്. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി 10,000-ങ്ങളാണ് ശ്രീകൃഷ്ണ സന്നിധിയിലെ ഭക്തിനിർഭരമായ ചടങ്ങിൽ പങ്കുകൊള്ളാനെത്തിയത്. കൃഷ്ണഭക്തനായ വില്ലുമംഗലം സ്വാമിയാരും കൃഷ്ണനും തമ്മിലുള്ള ബന്ധമാണ് പ്രസിദ്ധമായ നാടകശാല സദ്യയുടെ ഐതിഹ്യത്തിന് പിന്നിലുള്ളത്. 9-ാം ഉത്സവ ദിവസം ക്ഷേത്രത്തിലെ ജീവനക്കാർക്കായി നാടകശാലയിൽ ചെമ്പകശ്ശേരി രാജാവ് സദ്യ ഏർപ്പെടുത്തിയിരുന്നു. വില്ലുമംഗലം സ്വാമിയാർ ഈ ദിവസം ഉച്ചപൂജയ്ക്ക് ദർശനത്തിനെത്തിയപ്പോൾ ഭഗവത് സാന്നിധ്യം കണ്ടില്ല. തുടർന്ന് ഭഗവാനെ തേടി ക്ഷേത്രത്തിൽ ചുറ്റി നടന്നു. ഒടുവിൽ നാടകശാലയിലെത്തിയപ്പോൾ ജീവനക്കാർക്ക് നെയ്യ് വിളമ്പുന്ന ഉണ്ണിക്കണ്ണനെയാണ് വില്ലുമംഗലം കണ്ടത്. ഇത് കണ്ട് കൃഷ്ണ എന്ന് ഓടി വിളിച്ച് വില്ലുമംഗലം എത്തിയപ്പോഴാണ് തങ്ങൾക്ക് നെയ്യ് വിളമ്പിയത് ഉണ്ണിക്കണ്ണനാണെന്ന് ജീവനക്കാർ തിരിച്ചറിഞ്ഞത്. ഇതോടെ മറഞ്ഞ കൃഷ്ണനെ തിരിഞ്ഞ് ഊണ് പൂർത്തിയാക്കാതെ ജീവനക്കാർ ഊണ് കഴിച്ച ഇലയുമായി വില്ലുമംഗലത്തിന് പിന്നാലെ ഓടി. ഇതിനിടയിൽ ഭക്ഷണം ഇലയിൽ നിന്നും നിലത്ത് വീണു. ഭഗവത് സാന്നിധ്യമുള്ള വില്ലുമംഗലം ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിലുണ്ടായിരുന്ന പുത്തൻകുളത്തിൽ ചാടി പിന്നാലെ ജീവനക്കാരും ചാടി. ഉണ്ണിക്കണ്ണൻ പുത്തൻകുളത്തിൽ ഇറങ്ങിയെന്നുള്ള സങ്കല്പത്തിലാണ് ഇവരും കുളിക്കാനിറങ്ങിയത്. ഇതിന്റെ സ്മരണ പുതുക്കിയാണ് എല്ലാ വർഷവും 9-ാം ഉത്സവ ദിവസം ക്ഷേത്രത്തിൽ നാടകശാല സദ്യ നടക്കുന്നത്. ന്യൂസ് 18 അമ്പലപ്പുഴ. ഇങ്ങനെ എന്തൊക്കെ വിശ്വാസങ്ങളും എന്തൊക്കെ കാഴ്ചകളുമാണല്ലേ നമ്മുടെ കേരളത്തിൽ. ഇനി കാസർഗോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. ഇത് ഇപ്പോൾ കണ്ടത് ആലപ്പുഴയിൽ, അമ്പലപ്പുഴയിലാണെങ്കിൽ ഇനി കാസർഗോഡ്, അവിടെയുമുണ്ട് വിശ്വാസങ്ങളും ഇത്ര മനോഹരമായ കാഴ്ചകളുമൊക്കെ. അവിടെ വലിയ പറമ്പ് കന്നുവീട് കടപ്പുറം ശ്രീ സ്വാമി മഠം ക്ഷേത്രത്തിൽ കളിയാട്ട മഹോത്സവം സമാപിച്ചു. കളിയാട്ടത്തിൻ്റെ ഭാഗമായി പുലർച്ചെ അരങ്ങിലെത്തിയ അഗ്നികണ്ഠ കർണൻ തെയ്യത്തെ കാണാൻ ആയിരങ്ങളാണ് ക്ഷേത്ര സന്നിധിയിലെത്തിയത്. ഭയപ്പെടുത്തുന്ന രൂപഭാവങ്ങളോടെയാണ് അഗ്നികണ്ഠ കർണൻ തെയ്യം അരങ്ങിലെത്തുന്നത്. തെയ്യം തിരുമുടിയേറ്റുന്നതോടെ ക്ഷേത്രം പരിസരത്തെ വൈദ്യുതി വിളക്കുകളെല്ലാം അണയ്ക്കും.
അരയിലെ 16 വലിയ തീപ്പന്തങ്ങളുടെ പ്രഭയിൽ അഗ്നികണ്ഠകർണൻ സ്വയം ഒരു തീഗോളം പോലെ ജ്വലിക്കും. വലിയ വീർത്ത പൊയ്ക്കണ്ണുകളും മുഖത്തെ വസൂരിക്കലയും നെഞ്ചിലേക്ക് നീളുന്ന കരിന്താടിയും തീപ്പന്തങ്ങളുടെ ചുവന്ന വെളിച്ചത്തിൽ കൂടുതൽ ഭയാനകമാകും. കവുങ്ങിൻ തടിയിലും കുരുത്തോലയിലും തീർത്ത 12 അടി തിരുമുടിയേന്തി തെയ്യം 3 വട്ടം ക്ഷേത്രം വലം വയ്ക്കും. ഭദ്രകാളിയുടെ വസൂരി രോഗം മാറ്റാൻ പരമശിവന്റെ കണ്ഠത്തിൽ ജനിച്ച് കർണത്തിലൂടെ പുറത്തുവന്ന മന്ത്രമൂർത്തിയാണ് അഗ്നികണ്ഠകർണൻ എന്നാണ് വിശ്വാസം. ഭദ്രകാളിയുടെ വസൂരി നീക്കിയ മൂർത്തി മനുഷ്യകുലത്തെ ബാധിച്ച വസൂരി രോഗം മാറ്റാൻ ഭൂമിയിലേക്ക് എഴുന്നള്ളിയെന്നും വിശ്വസിക്കപ്പെടുന്നു. കന്നുവീട് കടപ്പുറത്തിന്റെ നാട്ടുദൈവമായി അഗ്നികണ്ഠകർണനെ കെട്ടിയാടിക്കുന്നതിൽ മറ്റൊരു ഐതിഹ്യം കൂടിയുണ്ട്. പ്രദേശത്ത് തപസ്സനുഷ്ഠിച്ചിരുന്ന സ്വാമി എന്ന് വിളിച്ചിരുന്ന ഒരു മുനിവര്യൻ തുടർന്ന് സ്വാമിയുടെ ആരാധനാമൂർത്തിയായ അഗ്നികണ്ഠൻ കർണൻ നാട്ടിൽ നാശം വിതയ്ക്കുകയും ചെയ്തു. പൊറുതിമുട്ടിയ നാട്ടുകാർ ക്ഷേത്രം പണിത് അഗ്നികണ്ഠകർണനെ കുടിയിരുത്തി ആരാധിച്ചു വന്നു. ഇതിന്റെ ഭാഗമാണ് ഇന്നും തുടർന്നു വരുന്ന തെയ്യമെന്നാണ് ഐതിഹ്യം. ന്യൂസ് 18 വലിയ പറമ്പ. ഇങ്ങനെ ഓരോരോ നാടിനും ആഘോഷമാക്കുന്ന എന്തൊക്കെ വിശ്വാസങ്ങളുണ്ട്. നിങ്ങളുടെയൊക്കെ നാട്ടിലും ഇതുപോലത്തെ വിശ്വാസങ്ങളും കാഴ്ചകളും ഒക്കെ ഉണ്ടാവുമല്ലോ. അതൊക്കെ പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അതൊക്കെ കേട്ടും കണ്ടും ഒക്കെ സംസാരിക്കുന്നത് നല്ല രസമായിരിക്കും തോന്നുന്നു. ഓരോ നാട്ടിലും മറ്റുള്ളവർക്ക് അറിയാത്ത എത്ര കാഴ്ചകളാണ് ഇതുപോലത്തെ ഉള്ളത് അല്ലേ. ഇനി നമുക്ക് മറ്റു വാർത്തകളിലേക്ക് പോവാം. മുക്കത്തെ വ്യാപാരി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ 4ാമത് മെഗാ ഇഫ്താർ സംഘടിപ്പിച്ചു. മുക്കം PC ജംഗ്ഷനിലെ മൈതാനത്ത് നടന്ന ഇഫ്താർ ഒരു മനുഷ്യ സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഒക്കെ വേദിയായി മാറി. സമൂഹത്തിൻ്റെ നാനാതുറകളിലുള്ള 1500-ലേറെ പേർ ഈ ഇഫ്താറിൽ പങ്കെടുത്തു. മുക്കത്തെ വ്യാപാരികൾ, ചുമട്ട് തൊഴിലാളികൾ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ എന്നിവർ അടങ്ങുന്ന മുക്കം വ്യാപാരി കൂട്ടായ്മയുടെ 4ാമത് ഇഫ്താറാണ് മുക്കത്ത് നടന്നത്. മതരാഷ്ട്രീയ സാമൂഹിക വ്യാപാര രംഗത്തെ 1500-ൽ ഏറെ ആളുകൾ പങ്കെടുത്ത ഇഫ്താർ മാനവ ഐക്യവേദിയായി മാറി. കാരക്കയും ഫ്രൂട്ട്സും ബിരിയാണിയും എല്ലാം അടങ്ങുന്ന വിഭവസമൃദ്ധമായ വിഭവങ്ങളാണ് ഇഫ്താറിനായി സംഘാടകർ ഒരുക്കിയത്. വ്യാപാരികൾ, സന്നദ്ധപ്രവർത്തകർ, നാട്ടുകാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇഫ്താറിന് വേണ്ട ഒരുക്കങ്ങൾ നടത്തിയത്. ഏറ്റവും വലിയ ഇഫ്താറായി മുക്കത്തെ ഇഫ്താർ ഇപ്രാവശ്യം മാറിയിട്ടുണ്ട്. ഇവിടുത്തെ എല്ലാ തരത്തിലുള്ള ആളുകളുടെ കൂട്ടായ്മ എന്ന അർത്ഥത്തിൽ ഇനിയും ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്ന് ചിന്തിക്കാനും അതിനാവശ്യമായ ഒരു മുക്കത്തിൻ്റെ ഒരു സ്വഭാവം നമുക്കറിയാം, ഒരു സാമൂഹിക സംസ്കാരം ഇവിടെ ഉണ്ട്. അതൊക്കെ ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി സാധിക്കും, സൗഹൃദം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി സാധിക്കുന്ന ശുഭപ്രതീക്ഷയാണ്. ഇഫ്താറിന്റെ ഭാഗമായി നടന്ന ചടങ്ങിൽ മുക്കം നഗരസഭാ ചെയർമാൻ PT ബാബു, V കുഞ്ഞാലി, റഫീഖ് മാളിക, അലി അക്ബർ, വിൽസൺ മഠത്തിൽ, CP ചെറിയ മുഹമ്മദ്, CK കാസിം, മുരളീധരൻ, ബക്കർ കളർ ബലൂൺ തുടങ്ങിയവർ പങ്കെടുത്തു. യുവാക്കളിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ ലഹരി വിരുദ്ധ പ്രതിജ്ഞയും ചൊല്ലി. ലഹരിമുക്ത നവകേരളം പടുത്തുയർത്തുവാൻ എൻ്റെ കഴിവുകളും വിനിയോഗിച്ച് പ്രവർത്തിക്കുന്നു. ഞാൻ ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. കൂടാതെ 4 വർഷമായി ഇഫ്താറുമായി സഹകരിച്ച സന്നദ്ധ സംഘടനകളായ എൻ്റെ മുക്കം, എൻ്റെ നെല്ലിക്കാപ്പറമ്പ്, രാഹുൽ ബ്രിഗേഡ് എന്നിവർക്കുള്ള ഉപഹാരങ്ങളും വിതരണം ചെയ്തു. ന്യൂസ് 18 കോഴിക്കോട്. സാധാരണ നമ്മുടെ യൂട്യൂബ് ചാനലിൽ താഴെ വന്ന എല്ലാവരും പരസ്പരം വിശേഷങ്ങളൊക്കെ പറയുകയാണ് ചെയ്യാറുള്ളത്. ഇന്ന് രാവിലെ പതിവില്ലാതെ എന്നോട് ഒരു ഗുഡ് മോർണിംഗ് പറയുന്നത് ജോർജ് തോമസ് ആണ്. അപ്പോൾ ജോർജ് തോമസിനും ഗുഡ് മോർണിംഗ്, ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ്. ഇന്ന് കോതമംഗലത്തുള്ള ഒരു സ്പെഷ്യൽ ദിവസമാണ്. ഇന്ന് കോതമംഗലംകാർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. കോതമംഗലം കൺവെൻഷൻ ഇന്നാണ്. ദീർഘകാലം കോതമംഗലം കൺവെൻഷൻ്റെ രക്ഷാധികാരിയായിരുന്ന ശ്രേഷ്ഠ കാതോലിക്ക ആബൂൻ മാർ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവായുടെ അനുസ്മരണത്തോടെ കൺവെൻഷൻ ആരംഭിക്കുമെന്ന് വികാരി ഫാദർ ജോസ് മാത്യു തച്ചേത്തുകൂടി പറഞ്ഞു. അങ്കമാലി ഭദ്രാസന വലിയ മെത്രാപ്പൊലിത്ത ഡോക്ടർ എബ്രഹാം മോർ സെവേറിയോസ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസും കോതമംഗലം MLA ആന്റണി ജോണും വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും. മാർച്ച് 30 ഞായറാഴ്ചയാണ് കൺവെൻഷൻ സമാപിക്കുക.
നെയ്യാറ്റിൻകര ലത്തീൻ രൂപതയുടെ സഹമത്രാനായി ചുമതലയേറ്റ സെൽവരാജിന്റെ മെത്രാഭിഷേക ചടങ്ങ് നടന്നു. നെയ്യാറ്റിൻകര നഗരസഭാ സ്റ്റേഡിയത്തിലെ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലാണ് അഭിഷേക ചടങ്ങുകൾ ആഘോഷമായി നടന്നത്. 38 വർഷത്തിലേറെ രൂപതയുടെ കീഴിലെ വിവിധ ദേവാലയങ്ങളിൽ ശുശ്രൂഷ നടത്തിയ ശേഷമാണ് ഡി സെൽവരാജൻ നേതൃസ്ഥാനത്തിലേക്ക് എത്തുന്നത്. രൂപതയുടെ കീഴിലെ 252 പള്ളികളിൽ നിന്ന് ആയിരക്കണക്കിന് വിശ്വാസികളും വൈദികരും സാക്ഷ്യം വഹിച്ചു. വിവിധ ദേവാലയങ്ങളിൽ നിന്നെത്തിയ 112 ഗായക സംഘത്തിന്റെ സ്വാഗത ഗാനത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. ബിഷപ്പ് വിൽസൺ സാമുവൽ മുഖ്യ കാർമ്മികത്വം നൽകി. വത്തിക്കാനിൽ നിന്നുള്ള ഇന്ത്യൻ സ്ഥാനപതിയും ഉൾപ്പെടെയുള്ള നിരവധി വൈദിക ശ്രേഷ്ഠന്മാർ ചടങ്ങിൽ പങ്കെടുത്തു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ, MLA മാരായ രമേശ് ചെന്നിത്തല, CK ഹരീന്ദ്രൻ, K ആൻസലൻ, M വിൻസെന്റ്, IB സതീഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നെയ്യാറ്റിൻകര രൂപത രൂപം കൊണ്ടിട്ട് നെയ്യാറ്റിൻകരയിൽ നടക്കുന്ന ആദ്യത്തെ മെത്രാഭിഷേക ചടങ്ങാണ് ഇതെന്നും മറ്റൊരു പ്രത്യേകത കൂടിയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. ചരിത്ര പ്രാധാന്യം നിറഞ്ഞ കുട്ടിക്കാനം പള്ളിക്കുന്ന് ദേവാലയത്തിലെ തീർത്ഥാടന ടൂറിസം കേന്ദ്രമായി പരിഗണിക്കുമെന്ന് മന്ത്രി PM മുഹമ്മദ് റിയാസ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് നിർമ്മിച്ച ദേവാലയത്തിന്റെ പൈതൃക ടൂറിസം സാധ്യതകൾ പരിശോധിക്കുന്നതിനായി മുഹമ്മദ് റിയാസ് ഇവിടെ സന്ദർശിച്ചു. ബ്രിട്ടീഷ് രൂപ ശൈലിയിൽ 180 വർഷം മുമ്പ് നിർമ്മിച്ചതാണ് ഇടുക്കി പള്ളിക്കുന്ന് ദേവാലയം. മൂന്നാറിൽ തേയിലകൃഷിക്ക് തുടക്കം കുറിച്ച ജോൺ ഡാനിയൽ മൺട്രോയുടെ ഉൾപ്പെടെയുള്ള ശവകുടീരങ്ങളും വെള്ളക്കുതിരയുടെ കല്ലറയും ഇടുക്കിയുടെ പതിവ് കാഴ്ചകളിൽ നിന്നും വ്യത്യസ്തമായ അനുഭവമാണ് സഞ്ചാരികൾക്ക് നൽകുന്നത്. അപൂർവമായ ചരിത്ര സാക്ഷ്യം നിറഞ്ഞ ദേവാലയവും വിദേശികളുടെ കല്ലറകളും ഇടുക്കിയിലേക്ക് കൂടുതൽ സഞ്ചാരികളെ എത്തിക്കുന്നതിന് ഇടയാക്കും. പൈതൃക ടൂറിസത്തിന്റെ സാധ്യതകൾ പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് ദേവാലയത്തിൽ സന്ദർശനം നടത്തിയത്. പുതിയ സഞ്ചാരികളെ ചരിത്ര സ്മാരകങ്ങളിലേക്ക് ആകർഷിക്കാനുള്ള നടപടികൾ വിനോദസഞ്ചാര വകുപ്പ് കൈക്കൊണ്ടുവരികയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ചരിത്ര പ്രാധാന്യമുള്ള ആരാധനാലയങ്ങൾ പുതുതലമുറയിലെ സഞ്ചാരികൾ ഒക്കെ തിരിച്ചറിയേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്. ആ നിലയിൽ സഞ്ചാരികളും ഇവിടേക്ക് വരണമെന്നുള്ളൊരു കാഴ്ചപ്പാടാണ് ടൂറിസം വകുപ്പിനുള്ളത്. തീർത്ഥാടക ടൂറിസത്തിൻ്റെ ഭാഗമായി ഈ ദേവാലയത്തെ മാറ്റാനുള്ള ഇടപെടൽ ടൂറിസം വകുപ്പ് നടത്തും എന്നുള്ള സന്തോഷ വിവരവും നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തിരുവനന്തപുരത്ത് ഈ ആരാധനാലയത്തിൻ്റെ നേതൃനിരയിൽ പ്രവർത്തിക്കുന്നവരുമായി ഒരു ചർച്ചയും ബന്ധപ്പെട്ടവരുമായി ചർച്ചയും നടത്താൻ ടൂറിസം ഡയറക്ടർ കൂടെയുണ്ട്. ഞങ്ങൾ അതിന് മുൻകൈ എടുക്കും എന്നുള്ളത് അറിയിക്കുകയാണ്. പൈതൃകങ്ങളും പാരമ്പര്യവും സംരക്ഷിക്കാനും അവയുടെ സ്മാരകങ്ങളിലേക്ക് പുതിയ തലമുറയിലെ സഞ്ചാരികളെ ആകർഷിക്കാനുമുള്ള പദ്ധതികൾക്ക് വിനോദസഞ്ചാര വകുപ്പ് മുൻഗണന നൽകുന്നുണ്ട്. ഹെറിറ്റേജ് ടൂറിസത്തിന്റെ ഭാഗമായി ഒട്ടേറെ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ സംരക്ഷിക്കുകയും വിനോദസഞ്ചാരത്തിന് അനുയോജ്യമായ വിധത്തിൽ വികസിപ്പിക്കുകയും ചെയ്തു വരുന്നതായും മന്ത്രി പറഞ്ഞു. പഴമ നഷ്ടപ്പെടുത്താതെയാണ് ഇപ്പോഴും പള്ളിക്കുന്ന് ദേവാലയത്തെ സംരക്ഷിക്കുന്നത്. ജോൺ മൺട്രോ അടക്കമുള്ളവരുടെ കല്ലറകൾ തേടി അവരുടെ പിൻഗാമികൾ ഇപ്പോഴും വിദേശത്തു നിന്നും എത്തുന്നുണ്ട്. ന്യൂസ് 18 ഇടുക്കി. മാലിന്യമുക്ത നഗരസഭയായി മാറിയിരിക്കുകയാണ് പയ്യന്നൂർ. നഗരസഭാ ഹാളിൽ നടന്ന ചടങ്ങിൽ TI മധുസൂദനൻ MLA ശുചിത്വ പ്രഖ്യാപനം നടത്തി. മാലിന്യമുക്തം നവകേരളം എന്ന ലക്ഷ്യത്തിനായി 2ാം ഘട്ട ക്യാമ്പയിൻ പയ്യന്നൂർ നഗരസഭയിൽ പൂർത്തിയായി. കഴിഞ്ഞ ഒക്ടോബർ 2 മുതൽ വിപുലമായ രീതിയിലാണ് പയ്യന്നൂർ നഗരസഭ ശുചീകരണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി വരുന്നത്. മുഴുവൻ വാർഡുകളിലും ജാഗ്രതാ സമിതികൾ വിളിച്ചു ചേർത്ത് വിവിധ പരിപാടികൾ നടപ്പാക്കി. വാർഡ് തല ശുചീകരണ ലക്ഷ്യം കൈവരിച്ചു. തുടർന്നാണ് നഗരസഭാ തല ശുചിത്വ പ്രഖ്യാപനം നടത്തിയത്. വിവിധ സന്നദ്ധ സംഘടന, കുടുംബശ്രീ, ഹരിത കർമ്മസേന, തൊഴിലുറപ്പ് തൊഴിലാളികൾ, NSS വളണ്ടിയർമാർ എന്നിവരുടെ മികച്ച സഹകരണം നേട്ടത്തിലേക്കെത്താൻ സഹായകരമായതായി ചെയർപേഴ്സൺ KV ലളിത പറഞ്ഞു. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ, KSRTC, KSEB ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് ചടങ്ങിൽ ശുചിത്വ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. ഹരിത അംബാസിഡർ EV ശശിധരൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി. ന്യൂസ് 18 പയ്യന്നൂർ. പട്ടാമ്പി പുലാമന്തോൾ പാതയിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുങ്ങുന്നു. അപകടം പതിവായ സാഹചര്യത്തിലാണ് നടപടി. പട്ടാമ്പി പുലാമന്തോൾ പാതയിൽ അപകടങ്ങൾ പതിവായിരുന്നു. റോഡരികിൽ വലിയ താഴ്ചയും രൂപപ്പെട്ടിരുന്നു. ഇത് ജനങ്ങളെ ഏറെ ബുദ്ധിമുട്ടിലാക്കി. ബസ്സിൽ നിന്നിറങ്ങാനും കയറാനും അടക്കം പ്രയാസമായി. ഇതോടെയാണ് പാതയുടെ അരികിൽ സുരക്ഷാ സംവിധാനം ഒരുക്കുന്നത്. കോൺക്രീറ്റിംഗ് പ്രവർത്തികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. സ്കൂൾ പരിസരം മുതൽ മത്സ്യ മാർക്കറ്റ് വരെയുള്ള ഭാഗത്താണ് നിർമ്മാണം. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഫ്രണ്ടില് പട്ടാമ്പി പുലാമന്തോൾ റോഡിന്റെ സൈഡ് ഭാഗം
ഇടിയുകയും അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് വരുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളത് നിരന്തരമായി ഇവിടുന്ന് സ്കൂളിൽ നിന്നും അതുപോലെ പൊതുജനങ്ങളും പറയുന്നതാണ്. അപ്പം അത് പരിഹരിക്കാനുള്ള ആദ്യഘട്ടം എന്നുള്ള നിലക്കാണ് താൽക്കാലികമായി ഈ സൈഡ് നമ്മൾ കെട്ടുന്നത്, അത് കോൺക്രീറ്റ് ചെയ്യുന്നത്. പൊതുമരാമത്ത് വകുപ്പ് മെയിന്റനൻസ് വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് പ്രവൃത്തികൾ പുരോഗമിക്കുന്നത്. ന്യൂസ് 18 പട്ടാമ്പി. കോടികൾ ചെലവഴിച്ച് നവീകരിക്കുന്ന റോഡിൽ പണമില്ലെന്ന് പറഞ്ഞ് ഡ്രെയിനേജ് നിർമ്മിക്കാത്തതിൽ പ്രതിഷേധവുമായി നാട്ടുകാർ. മുക്കം മണാശ്ശേരി മുതൽ കൊടിയത്തൂർ ചുള്ളിക്കാപ്പറമ്പ് വരെയുള്ള റോഡിലെ വെസ്റ്റ് ചേന്നമംഗലൂർ ഭാഗത്തെ 30ഓളം മീറ്ററുകളിലാണ് ഡ്രെയിനേജ് നിർമ്മിക്കാത്തത്. ഇറക്കവും വളവുമുള്ള റോഡിൽ ഡ്രെയിനേജ് നിർമ്മിച്ചില്ലെങ്കിൽ മണ്ണും കല്ലും ഒലിച്ചു വന്ന് റോഡിൽ അപകടം വർദ്ധിക്കാൻ കാരണമാവുമെന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. 44 കോടി രൂപയോളം ചെലവഴിച്ച് BNBC നിലവാരത്തിൽ ടാറിംഗ്, ഡ്രെയിനേജ്, ഫുട്പാത്ത്, കൈവരികൾ എല്ലാം നിർമ്മിച്ച് നവീകരിക്കുന്ന റോഡിന്റെ പരിധിയിലെ ഒരു മേഖലയിലാണ് ഡ്രെയിനേജ് നിർമ്മിക്കാത്തത്. വെസ്റ്റ് ചേന്നമംഗലൂരിൽ 30 മീറ്ററിൽ താഴെയുള്ള ഭാഗത്ത് പണമില്ലെന്ന് ന്യായം പറഞ്ഞാണ് ഡ്രെയിനേജ് നിർമ്മിക്കാത്തത്. ഇറക്കവും വലിയ വളവുമുള്ള പ്രദേശത്ത് ഡ്രെയിനേജ് നിർമ്മിച്ചില്ലെങ്കിൽ താൽക്കാലികമായി നിർമ്മിച്ച ഓവുചാലിലൂടെ മഴക്കാലത്ത് കല്ലും മണ്ണും ഒഴുകിവന്ന് റോഡിൽ അടിഞ്ഞുകൂടി വലിയ അപകടമുണ്ടാവാനും റോഡ് പൊളിയാനും സാധ്യതയുണ്ടെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. പണം തികയില്ലെങ്കിൽ നാട്ടുകാർ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടും കരാറുകാരൻ ഡ്രെയിനേജ് നിർമ്മിക്കാൻ തയ്യാറാവാത്ത സാഹചര്യത്തിലാണ് പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയത്. ഇതൊരു ഇറക്കാണ്, അതോടൊപ്പം തന്നെ ഒരു വളവുമാണ്. ഈ വളവും ഈ ഇറക്കമുള്ള സ്ഥലത്ത് ചരക്കല്ലുകൾ റോട്ടുമിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റോഡ് ഇപ്പം നന്നായ സ്ഥിതിക്ക് ആളുകൾ പോകും. ഇതൊരു നാട്ടുകാരെ മാത്രം പ്രശ്നമല്ല, ഇതിൽ യാത്ര ചെയ്യുന്ന എല്ലാ ആളുകളുടെയും പ്രശ്നമാണ്. ആക്സിഡന്റ് ഇതിൽ എയർപോർട്ട് റോഡാണ്, മറ്റുള്ള എല്ലാ നന്നായിട്ട് പോകുന്ന ഒരു ആളുകൾ യാത്ര ചെയ്യുന്ന റോഡിൽ ഇത്രയും ഡേഞ്ചർ അവസ്ഥയിൽ ഈ സാധനത്തെ ഇട്ട് ഇങ്ങനെ ഉപയോഗിച്ച് പോവുക എന്ന് പറയുന്നത് ഞങ്ങൾക്ക് പ്രയാസമുണ്ട്. കോഴിക്കോട് എയർപോർട്ടിലേക്ക് ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ പോകുന്ന റോഡിന്റെ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാവാനായ സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് ഡ്രെയിനേജ് നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 കോഴിക്കോട്. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലെ സ്വീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് പ്രവർത്തനം താളം തെറ്റിയ നിലയിലായിട്ട് മാസങ്ങളാവുന്നു. സമീപ പ്രദേശങ്ങളിൽ ദുർഗന്ധം വമിച്ചിട്ടും അധികൃതരുടെ മൗനം തുടരുകയാണ്. നെയ്യാറിലേക്കാണ് ഇവിടെ നിന്നുള്ള മലിനജലം ഒഴുകുന്നത്. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലെ സ്വീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ പ്രവർത്തനം താളം തെറ്റിയിട്ട് മാസങ്ങൾ പിന്നിടുകയാണ്. സമീപത്ത് താമസിക്കുന്നവർക്കും രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും എന്തിനേറെ സമീപത്തെ നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർക്കും ദുർഗന്ധം കാരണം മൂക്കുപൊത്താതെ ഇരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് പലപ്പോഴും. 10 വർഷം മുൻപ് UDF സർക്കാരിന്റെ കാലഘട്ടത്തിൽ 1 കോടിയോളം രൂപ ചെലവഴിച്ച ഏറെ കൊട്ടിഘോഷിച്ച് നടപ്പിലാക്കിയ പദ്ധതിയായിരുന്നു നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലെ സ്വീവേജ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ്. ആശുപത്രിയിലെ തിയേറ്ററുകൾ, വാഷ് ബേസിനുകൾ, കാഷ്വാലിറ്റി തുടങ്ങിയ ഇടങ്ങളിലെ വിവിധ തരത്തിലുള്ള മാലിന്യം കലർന്ന ജലം ശുദ്ധീകരിച്ച് ഉപയോഗിക്കാൻ പറ്റും വിധമായിരുന്നു പ്ലാന്റിന്റെ നിർമ്മാണവും സംവിധാനവും. ചെറുതും വലുതുമായ ടാങ്കുകളും മോട്ടോറുകളും ഫിൽട്ടറുകളും അണുവിമുക്തമാക്കാനുള്ള സംവിധാനങ്ങളും അടങ്ങിയതായിരുന്നു സ്വീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്. ടാങ്കുകൾ വൃത്തിയാക്കൽ, കേടായ മോട്ടോറുകൾ മാറ്റിസ്ഥാപിക്കൽ, ഫിൽട്ടറുകൾ ക്ലീൻ ചെയ്യൽ തുടങ്ങിയവ മുടങ്ങി. ഇതാണ് പ്ലാന്റ് നശിക്കാനുള്ള കാരണവും. ഫിൽട്ടറിൽ മാലിന്യം അടിഞ്ഞതിനെ തുടർന്നാണ് ജലശുദ്ധീകരണം നടക്കാത്ത അവസ്ഥയിലെത്തിയതെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. ഇത് വലിയ ഒരു ഗുരുതരമായ ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്ന നിലയിൽ മാറിയിരിക്കുകയാണ്. ഇത് പല ഘട്ടങ്ങളിൽ നഗരസഭ ഈ വിഷയത്തിൽ ഇടപെടുകയും ആശുപത്രി അധികൃതർക്ക് നോട്ടീസ് നൽകുകയും ചെയ്തു. പക്ഷേ നാളിതുവരെ ഈ മലിനജലം പുറത്തേക്ക് ഒഴുക്കി വിടുന്നത് തടയുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിയും ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. എന്നാൽ 15 വർഷങ്ങൾക്ക് മുൻപ് 100 IP-കൾ ഉണ്ടായിരുന്ന ആശുപത്രിയിൽ 2500 ലിറ്റർ മലിനജലം ശുദ്ധീകരിക്കാൻ വേണ്ടി നിർമ്മിച്ചതാണ് ഈ പദ്ധതിയെന്നും നിലവിൽ 450 IP ഉള്ള ആശുപത്രിയായി ഉയർന്നപ്പോൾ മാലിന്യ പ്ലാന്റിന്റെ സംഭരണശേഷി വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ഉണ്ടായ വീഴ്ചയാണ് ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണമെന്നാണ് അധികൃതരുടെ വിശദീകരണം. ന്യൂസ് 18 നെയ്യാറ്റിൻകര. മലപ്പുറത്ത് അപൂർവ ഇനത്തിൽപ്പെട്ട ഫാൽക്കണെ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തി. കോട്ടപ്പടിയിലെ വീട്ടുമുറ്റത്താണ് ഫാൽക്കണെ കണ്ടെത്തിയത്. ചികിത്സയ്ക്ക് ശേഷം പക്ഷിയെ തുറന്നുവിടും. മച്ചിങ്ങൽ മുസ്തഫയുടെ വീട്ടുമുറ്റത്താണ് പെരിഗ്രീൻ ഫാൽക്കണെ കണ്ടെത്തിയത്. പരിക്കേറ്റ നിലയിലായിരുന്നു പക്ഷി. എങ്ങനെ പരിക്കേറ്റു എന്നതിൽ വ്യക്തതയില്ല. പക്ഷിയെ കണ്ട കാര്യം പക്ഷി ഗവേഷകനായ ഡോക്ടർ സുബൈർ മേഡമലിനെ അറിയിച്ചു. അദ്ദേഹത്തിന്റെ നിർദ്ദേശമനുസരിച്ച് ചികിത്സ കൈമാറ്റി. ഒക്ടോബർ മാർച്ച് മാസങ്ങളിൽ ഫാൽക്കണുകളുടെ ദേശാടനം നടക്കാറുണ്ടെന്നും അക്കൂട്ടത്തിലെത്തിയതായിരിക്കാം ഈ പക്ഷിയെന്നും ഡോക്ടർ പറയുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്ന ജീവിയാണ് പെരിഗ്രീൻ ഫാൽക്കൺ. മണിക്കൂറിൽ 350 കിലോമീറ്റർ വേഗതയിൽ കൂടുതൽ
ഈ പക്ഷി സഞ്ചരിക്കുന്നുണ്ട്. അത്ര ലോകത്ത് വെച്ച് ഏറ്റവും സ്പീഡ് കൂടിയ ജീവിയെയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിനെ ഞങ്ങൾ പല രൂപത്തിലും നോക്കി, ഈവൻ അത് ഒരു ഭാഗത്തു നിന്ന് വേറൊരു ഭാഗത്തേക്ക് അനങ്ങാൻ പോലും അതിന് സഞ്ചരിക്കാൻ പോലും കഴിയുന്നില്ല. അത്രക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഞാനതിനെ പരിചരിച്ചുകൊണ്ട് ചിലപ്പോൾ ഒരു 1-2 ആഴ്ച പരിചരിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ പരിചരിച്ചുകൊണ്ട് അത് എപ്പോഴാണോ ഫ്രീ ആയിട്ട് പറന്നു പോകുന്നത് ആ സമയം വരെ സംരക്ഷിക്കുകയാണ്. 2013 നെല്ലിയാമ്പതിയിലും 1991 സൈലന്റ് വാലിയിലെ നീലിക്കൽ ഡാം സൈറ്റിലും പെരിഗ്രീൻ ഫാൽക്കണെ സുബൈർ കണ്ടെത്തിയിരുന്നു. അന്താരാഷ്ട്ര വിപണിയിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഷഹീൻ ഫാൽക്കണുകൾ വനനശീകരണം, മറ്റ് കാലാവസ്ഥാ വ്യതിയാനവും മൂലം വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. 2 വയസ്സ് പ്രായം തോന്നിക്കുന്ന പെരിഗ്രീൻ ഫാൽക്കണിന് ചികിത്സ നൽകി ഭക്ഷണം കൊടുത്ത് സംരക്ഷിക്കുകയാണ് സുബൈർ ഇപ്പോൾ. പൂർണ്ണ ആരോഗ്യവാനായി പറക്കാൻ കഴിയുമ്പോൾ തുറന്നുവിടും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് പെരിഗ്രീൻ ഫാൽക്കണുകളാണ്. വടക്കേ ഇന്ത്യയിൽ ചിലയിടങ്ങളിൽ കാണപ്പെടുന്ന ഫാൽക്കണുകളെ ദക്ഷിണേന്ത്യയിൽ അപൂർവമായാണ് കാണുന്നത്. ന്യൂസ് 18 മലപ്പുറം. നല്ല വേനലാണ്. ഈ വേനൽ ലക്ഷ്യമിട്ട് ഒരുപാട് പേർ തണ്ണിമത്തൻ കൃഷി ചെയ്യുന്നുണ്ട്. പാലക്കാട് വിളയൂരിൽ തണ്ണിമത്തൻ കൃഷിയിൽ വിളവ് 100 മേനിയാണ്. ചൂടിൽ ആശ്വാസമേകുന്നതിനൊപ്പം കാർഷിക മേഖലയ്ക്ക് വലിയ രീതിയിലുള്ള ഉണർവ് പകരുകയാണ് ഈ തണ്ണിമത്തൻ കൃഷി. വേനലായതോടെ തണ്ണിമത്തൻ ആവശ്യക്കാരേറി. നേരത്തെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നടക്കമാണ് തണ്ണിമത്തൻ എത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ പ്രാദേശികമായി തന്നെ തണ്ണിമത്തൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ചൂടിൽ ആശ്വാസമേകുന്നതിനൊപ്പം കാർഷിക മേഖലയ്ക്കും ഉണർവ് പകരുന്നതാണ് തണ്ണിമത്തൻ കൃഷി. വള്ളുവനാട്ടിൽ 2ാം വിള കൊയ്ത പാടങ്ങളിലെല്ലാം തണ്ണിമത്തൻ കൃഷി സജീവമാണ്. വിളയൂരിലെ തണ്ണിമത്തൻ കൃഷി വിളവെടുത്തപ്പോൾ ലഭിച്ചത് 100 മേനി. പേരടിയൂർ PC സൈതാലിയുടെ നേതൃത്വത്തിലാണ് തണ്ണിമത്തൻ കൃഷി നടത്തിയത്. ഇപ്പോൾ അത്യാവശ്യം കേരളത്തിൽ ഇപ്പോൾ ആവശ്യമുള്ള തണ്ണിമത്തന്റെ, പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിലെ ബഹുഭൂരിപക്ഷവും നമ്മുടെ നാട്ടിൽ തന്നെ കൃഷി ചെയ്യുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഇവിടെ കുഞ്ഞാക്കായുടെ നേതൃത്വത്തിൽ ഈ നടക്കുന്ന കൃഷി എന്ന് പറയുന്നത് നമുക്കറിയാം 100% വിഷരഹിതമായിക്കൊണ്ട് നമുക്ക് തണ്ണിമത്തൻ കിട്ടുമെന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. 1 ഏക്കറിലാണ് കൃഷി. 75 ദിവസം കൊണ്ട് തണ്ണിമത്തൻ വിളവെടുപ്പിന് സജ്ജമായി. 1 മുതൽ 6 കിലോഗ്രാം വരെ തൂക്കം വരുന്ന തണ്ണിമത്തനുകൾ ലഭിച്ചു. പ്രാദേശികമായും ചുറ്റുവട്ടത്തെ കടകളിലെത്തിച്ചുമാണ് വിൽപ്പന. ന്യൂസ് 18 പാലക്കാട്. ഈ ദിവസത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് പോകും മുമ്പ് നമുക്ക് ഈ ദിവസത്തെ പോസിറ്റീവ് ആക്കാൻ നല്ല വാക്ക് കേൾക്കാം.